ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ടൈം ആൻഡ് സ്പീഡ് എന്ന് പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എ പേഴ്സൺ ട്രാവൽസ് ഫ്രം എക്സ് ടു വൈ അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h ആൻഡ് റിട്ടേൺസ് ഫ്രം വൈ ടു എക്സ് ബൈ ഇൻക്രീസിങ് ഹിസ് സ്പീഡ് ബൈ 50%. ഹിസ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ ജേർണി ഈസ്. അതായത് ഒരു പേഴ്സൺ എക്സിൽ നിന്ന് വൈയിലോട്ട് ട്രാവൽ ചെയ്യുകയാണ് 50 km സ്പീഡിൽ. അതിനുശേഷം വൈയിൽ നിന്ന് തിരിച്ച് എക്സിലോട്ടും ട്രാവൽ ചെയ്തു. പക്ഷേ ആ സമയത്ത് സ്പീഡ് 50% ഉയർത്തി. അതായത് എക്സിൽ നിന്ന് വൈയിലോട്ട് പോയത് വെച്ച് നോക്കുമ്പോൾ തിരിച്ച് വന്നപ്പം അതിനേക്കാൾ ഒരു 50% ഉയർത്തി. അങ്ങനെയാണെങ്കിൽ ഈ ജേർണിയിലെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 62.5 km/h, 60 km/h, 62 km/h, 64 km/h. ഇവിടെ നമ്മളോട് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ളത് 50 km/h ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വൈയിൽ നിന്ന് എക്സിലോട്ടുള്ളത് അതിൻ്റെ 50%. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 50-ൻ്റെ 50% നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ 50 × 150/100 ചെയ്യണം. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 50 × 50/100 ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ മൊത്തം തെറ്റിപ്പോൾ. ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് 100-നോട് 50 കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും തന്നിരിക്കുന്നതിൽ നിന്ന് ഇത്ര കൂട്ടി അല്ലെങ്കിൽ ഇത്ര കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ 100 വെച്ചിട്ട് വേണം ആ കൂട്ടിയതും കുറയ്ക്കണതും അതിൻ്റെ അകത്തേക്ക് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ 100-നോട് അത് കൂട്ടണം. ഇനി 20% കുറവാന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് നമ്മൾ 20 കുറച്ച് 80 വേണം എഴുതാനായിട്ട്. ഇവിടെ നമ്മളോട് 50 കൂട്ടിയെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ 50 × 150/100 ചെയ്യണം. അപ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. ഇനി ആവറേജ് സ്പീഡ് കാണാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. 2ab / a+b. അതായത് 2a എന്നുള്ളത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള സ്പീഡ് 50 എന്ന് എടുത്തു കഴിഞ്ഞാൽ ബി എന്നുള്ളത് വൈയിൽ നിന്ന് എക്സിലോട്ടുള്ള സ്പീഡാണ്. അപ്പോൾ 2 × 75 × 50 / 75 + 50 a+b = 75 + 50 = 60 km/h എന്ന് കിട്ടും. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്.